മധ്യ കേരളത്തിലെ പ്രശസ്ത മഹാദേവ ക്ഷേത്രങ്ങളിലൊന്നായിട്ടുള്ള വൈക്കം മഹാദേവ ക്ഷേത്രത്തില് 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം നടത്തിവരുന്ന അത്യപൂർവമായിട്ടുള്ള ആഘോഷമാണ് വടക്കുപുറത്തുപാട്ട്. വൈക്കത്തപ്പനോടൊപ്പം തന്നെ ഈ 12 ദിവസങ്ങളിൽ കൊടുങ്ങല്ലൂരമ്മയുടെ സാന്നിധ്യവും വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ ഉണ്ടാവും എന്നുള്ളത് വടക്കുപുറത്തുപാട്ടിന്റെ ഒരു പ്രധാന സവിശേഷതയാണ്. ഇതിന്റെ ഐതിഹ്യം ഇപ്രകാരമാണ്. പണ്ട് ഈ വടക്കുംകൂർ മഹാരാജാവിന്റെ കീഴിലുണ്ടായിരുന്ന വൈക്കം പ്രദേശത്ത് വസൂരി രോഗം പിടിപെട്ടു. അതേ തുടർന്ന് ധാരാളം മരണങ്ങൾ ഉണ്ടായി. ആ സമയത്ത് എന്തെല്ലാം ഔഷധ ചികിത്സകൾ ചെയ്തിട്ടും തന്റെ ജനങ്ങളെ രക്ഷിക്കാൻ സാധിക്കാതെ വിഷണ്ണനായ രാജാവ് പ്രശ്നം വെപ്പിച്ചു നോക്കിയപ്പോൾ ഭദ്രകാളി പ്രീതി കൊണ്ട് മാത്രമേ ഈ വസൂരി രോഗം ഭേദമാവുകയുള്ളൂ എന്നാണ് പ്രശ്നവിധിയിൽ തെളിഞ്ഞത്. അങ്ങനെ മഹാരാജാവ് ഭദ്രകാളി പ്രീതിക്കായിട്ട് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ 41 ദിവസത്തെ ഭജനം ഇരിക്കാനായിട്ട് പുറപ്പെടുകയാണ്. അങ്ങനെ 41 ദിവസം ഭജനം ഇരുന്നതിന് ശേഷം 41-ാം നാൾ അദ്ദേഹം കിടന്നുറങ്ങിയപ്പോൾ അദ്ദേഹത്തിന് രാത്രി സ്വപ്നത്തിൽ ഭഗവതിയുടെ ദർശനമുണ്ടായി. എന്നിട്ട് ഭഗവതി അദ്ദേഹത്തോട് പറയുകയാണ്, ഇവിടുന്ന് തിരിച്ച് വൈക്കത്തെത്തിയിട്ട് 12 ദിവസം കളമെഴുത്തും പാട്ടും നടത്തുകയും 12-ാം നാൾ വലിയ ഗുരുതിയും നടത്തിയാൽ നാടിനെ ബാധിച്ചിരിക്കുന്ന ദുർവ്യാധികളൊക്കെ നീങ്ങി നാടിന് സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകും. ഇതൊക്കെ കേട്ടിട്ട് അദ്ദേഹം ഉറക്കമുണർന്നു നോക്കുമ്പോൾ തലയണക്കരികിൽ ഒരു വാളിരിക്കുന്നത് കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോവുകയാണ്. പിറ്റേ ദിവസം രാജാവ് ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയപ്പോൾ വെളിച്ചപ്പാട് അദ്ദേഹത്തെ കണ്ട് ഉറഞ്ഞു തുള്ളുകയും തലേ ദിവസം സ്വപ്നത്തിൽ ദർശനം നൽകിയത് ഞാൻ തന്നെയാണെന്നും വൈക്കത്ത് ഞാൻ പറഞ്ഞ പ്രകാരം പൂജകളൊക്കെ ചെയ്താൽ എല്ലാ ദോഷങ്ങളും മാറും എന്നും പറഞ്ഞയച്ചു. മഹാരാജാവ് തിരിച്ച് വൈക്കത്തെത്തിയിട്ട് 12 ദിവസത്തെ കളമെഴുത്തും പാട്ടും അതോടൊപ്പം തന്നെ വലിയ ഗുരുതിയും ഒപ്പം കോടി അർച്ചനയും നടത്തി എന്നതാണ് വടക്കുപുറത്തുപാട്ടിന് പിന്നിലെ ഐതിഹ്യം. ഈ വടക്കുപുറത്തുപാട്ടിന് വരയ്ക്കുന്ന കളത്തിനും ചില സവിശേഷതകളൊക്കെ ഉണ്ട്. സാധാരണ ക്ഷേത്രങ്ങളിൽ തിരുമാന്ധാംകുന്നിൽ അമ്മയുടെ ചിത്രമാണ് കളം വരയ്ക്കാൻ ഉപയോഗിക്കുക. എന്നാൽ ഇവിടെ മാത്രമാണ് കൊടുങ്ങല്ലൂരമ്മയുടെ ചിത്രത്തിൽ കളം വരയ്ക്കുന്നത്. പഞ്ചവർണ്ണ പൊടികളായിട്ടുള്ള പച്ച, മഞ്ഞ, ചുവപ്പ്, കറുപ്പ്, വെള്ള എന്നിങ്ങനെയുള്ള വർണ്ണങ്ങളാണ് കളം വരയ്ക്കാൻ ഉപയോഗിക്കുക. ആദ്യ ദിവസം 8-ഉം പിന്നീട് 16-ഉം പിന്നീട് 32-ഉം അവസാന 2 ദിവസം 64 കൈകളോടും കൂടിയ ഭദ്രകാളി രൂപമാണ് ഇവിടെ കാണാൻ സാധിക്കുക. മീനമാസത്തിലെ കാർത്തിക നാളിൽ ആരംഭിച്ച് 12 നാൾ നീണ്ടു നിൽക്കുന്ന ഈ വടക്കുപുറത്തുപാട്ടിൽ പങ്കെടുക്കുകയും കോടി അർച്ചനയുടെ ഭാഗമാവുകയും ചെയ്യുന്നത് മാറാരോഗങ്ങളിൽ നിന്നും മുക്തി നൽകുമെന്നും ആദി വ്യാധി ബാധകളിൽ നിന്നൊക്കെ മനുഷ്യരെ മുക്തരാക്കുമെന്നുമാണ് വിശ്വാസം.